അച്ഛനോട് കാട്ടിയ പക മക്കൾ മറന്നാലും ചരിത്രം മറക്കില്ല. മാധ്യമലോകത്തെ ഗ്ലാമർ പരിവേഷം വിട്ട് CPMന്റെ ചാണക്യതന്ത്രങ്ങൾ മെനയുന്ന സൈബർ കമാൻഡറായി നികേഷ് കുമാർ മാറുമ്പോൾ കേരള രാഷ്ട്രീയം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ്: ഇത് രാഷ്ട്രീയ കൂറോ അതോ മധുര പ്രതികാരമോ? MV രാഘവൻ എന്ന വിപ്ലവകാരിയെ CPM വേട്ടയാടിയ ചരിത്രം കണ്ണൂരിലെ മണ്ണിൽ ഇന്നും പുകയുന്ന ഓർമ്മയാണ്. ആ രാഘവന്റെ മകൻ നികേഷ് കുമാർ ഇന്ന് അതേ CPMന്റെ സൈബർ സേനയെ നയിക്കുമ്പോൾ പുറത്തുവരുന്ന ഓരോ തന്ത്രവും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ എന്ന സംശയം ശക്തമാകുന്നു. CPMന്റെ പരമ്പരാഗതമായ സൈബർ പ്രചാരണ രീതികളെ പൊളിച്ചെഴുതി ഒരു കോർപ്പറേറ്റ് ശൈലി കൊണ്ടുവരാനാണ് നികേഷ് ശ്രമിച്ചത്. എന്നാൽ ഈ പരീക്ഷണം താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ദഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. സോഷ്യൽ മീഡിയയിൽ നികേഷ് നടപ്പിലാക്കുന്ന പല തന്ത്രങ്ങളും പാർട്ടിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുമായി ചേർന്നു പോകുന്നില്ലെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരുണ്ടകാലം ക്യാമ്പയിൻ. UDFനെ പ്രതിരോധിക്കാൻ ആവിഷ്കരിച്ച ഈ ക്യാമ്പയിൻ അന്തരിച്ച കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചതോടെ വലിയ വിവാദമായി. മരിച്ചവരെ പോലും വേട്ടയാടുന്ന ഈ ശൈലി പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാനേ ഉപകരിച്ചുള്ളൂ. അച്ഛൻ MV രാഘവനെ CPM ശാരീരികമായും രാഷ്ട്രീയമായും ഇല്ലാതാക്കാൻ ശ്രമിച്ച കാലത്തെക്കുറിച്ച് UDF കേന്ദ്രങ്ങൾ ബോധപൂർവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛനോട് കാട്ടിയ പക മക്കൾ മറന്നാലും ചരിത്രം മറക്കില്ല എന്ന വൈകാരികമായ ആക്രമണത്തിന് മറുപടി നൽകാൻ നികേഷിന്റെ സൈബർ വിങ്ങിന് കഴിയുന്നില്ല. പകരം നികേഷ് കൊണ്ടുവരുന്ന പുതിയ തന്ത്രങ്ങൾ പലപ്പോഴും പാർട്ടിയെ കൊണ്ട് പോസ്റ്ററുകൾ തിരുത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് മനഃപൂർവ്വമാണോ എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. തന്റെ അച്ഛനെ വേട്ടയാടിയ പാർട്ടിയെ ഉള്ളിൽ നിന്ന് തകർക്കാനുള്ള തന്ത്രമാണോ നികേഷ് പയറ്റുന്നത് എന്ന സംശയവും സജീവം. എന്നാൽ അങ്ങനെയല്ലെന്ന് CPM ഉറപ്പിച്ചു പറയുന്നു. അതിനിടെ CPMലെ ഒരു വിഭാഗം നികേഷിനെ ഉപയോഗിച്ച് പാർട്ടിയുടെ പ്രതിച്ഛായ ബോധപൂർവം മോശമാക്കുകയാണോ എന്ന ചോദ്യവും സജീവം. അന്തരിച്ച നേതാക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിഷ്പക്ഷ വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഒരു വിഭാഗം നേതാക്കൾ ഭയപ്പെടുന്നു. UDFനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയും സ്വന്തം പാർട്ടിയെ വിവാദങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന നികേഷിന്റെ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ CPMന് വലിയ ബാധ്യതയായി മാറുകയാണെന്ന വിമർശനം സൈബർ ലോകത്ത് ഉയർന്നു കഴിഞ്ഞു. MVRന്റെ മകൻ മെനയുന്ന തന്ത്രങ്ങൾ CPMന് അശ്വത്ഥാമാവാകുമോ അതോ രക്ഷാകവചമാകുമോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ചുരുക്കത്തിൽ MV രാഘവന്റെ വിപ്ലവ വീര്യം CPMനെതിരായിരുന്നുവെങ്കിൽ ആ മകൻ ഇന്ന് പാർട്ടിക്കുള്ളിലിരുന്ന് നടത്തുന്ന നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യമായി തുടരുന്നു.